മറ്റാരും കാണില്ലെന്നേ എനിക്കിപ്പോ ബോധിയേ. ഗധ, നീ അപകടത്തിലേക്കാ പോകുന്നത്. എനിക്കൊരു അപകടവും സംഭവിക്കില്ല. എന്നെ ചതിച്ചവളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഞാൻ വൈകും, ഒരുപാട് വൈകും. അതിനുശേഷം മമ്മി അവള് കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ ഞാനങ്ങ് ക്ഷമിക്കണോ? ഗാഥ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നിന്നോട് തിരിച്ചു വരാനാ മമ്മി പറയുന്നേ. ഞാൻ തീരുമാനിച്ചിറങ്ങിയതാ മമ്മി. ഞാൻ അവളെ കാണും. അവള് ചെയ്തതിനൊക്കെ ഞാൻ പകരം ചോദിക്കുകയും ചെയ്യും. മമ്മിനെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട. മോളെ ഗാഥ, ഗാഥ, സിനി, ഗാഥ കൃഷ്ണയുടെ അടുത്തേക്കാ പോയിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അത് അവൾ സഹിക്കില്ല. അവള് നടന്നതിന് പകരം ചോദിക്കാനാ പോയിരിക്കുന്നത്. നിന്നോട് ആര് പറഞ്ഞു അവൾക്ക് കൃഷ്ണനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കാനായിട്ട്? എന്റെ കഴുത്തില് കത്തി വെച്ച ഗാഥ മേഡം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത്. മാം, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അയാൾ ഒരിക്കലും എന്റെ മോളെ കാണരുത്. കണ്ടാലത് പ്രശ്നം. ചേട്ടാ, ഈ പുളിയൂരം വീട്ടിലേക്ക് എങ്ങനെയാ പോണ്ടത്? അനിയൻ സാറിന്റെ വീട്ടിലേക്കല്ലേ? ആ അതെ. അതിവിടുന്ന് നേരെ പോയിട്ട് രണ്ടാമത്തെ വളവ് കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാ മതി. നേരെ ചെന്ന് നിൽക്കുന്നത് പുഴയോരം വീട്ടിലാ. ആ ശരി. അനിയൻ സാറിന്റെ വീട്ടിലേക്കുള്ള വഴിയാ ചോദിച്ചേ. അത് കൃഷ്ണയല്ലേ? കൃഷ്ണ എപ്പോഴാ വണ്ടി ഓടിക്കാൻ പഠിച്ചത്? ഇനി അനിയൻ സാർ ഇത്ര വേഗം പഠിപ്പിച്ചോ? ഏയ്, കൃഷ്ണയായിരുന്നെങ്കിൽ പുഴയോരം വീട് എവിടെയാണെന്ന് ചോദിക്കുന്നത് എന്തിനാ? ഈ കൃഷ്ണമോളത് എവിടെയാ? ഗാഥയുടെ വരവറിയിക്കാതെ നിവൃത്തിയില്ലല്ലോ. മോളിക്കുട്ടി ഒന്ന് വിളിച്ചു നോക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്തിനാണാവോ ഗാഥയുടെ വരവ്? ഞാൻ പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ പണം ഞാൻ തരും. പക്ഷേ ഒരു വീഴ്ചയും സംഭവിക്കരുത്. മാഡം ആളെ കാണിച്ചു തന്നാ മതി. ബാക്കി കാര്യം ഞങ്ങളേറ്റു. കൊല്ലണം, അല്ലാതെ മുറിവേൽപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനേ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ആളെ ഞാൻ കാണിച്ചു തരാം. എങ്കിൽ പിന്നെ എളുപ്പമായി മാഡം. മാഡത്തിന്റെ ശത്രു ഇന്നത്തോടെ അവസാനിച്ചിരിക്കും. എനിക്ക് ആ കാഴ്ച നേരിട്ട് കാണണം. എന്നാലേ എന്റെ മനസ്സിലെ പക അടങ്ങുള്ളൂ. മോളെ, നീ എവിടെയാ? മമ്മി എത്ര നേരമായിട്ട് നിന്നെ കാത്തിരിക്കുന്ന അറിയോ നിനക്ക്? വീട്ടിലോട്ട് എന്താ വരാത്തെ? സോറി മമ്മി, ഞാൻ അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാ. വരാൻ വൈകും. ഗാഥ, നീ പറയുന്ന കേക്ക്. മോൾ ഇങ്ങോട്ട് വരൂ, എന്നിട്ട് എവിടെ വേണമെങ്കിലും പോവാം. ഞാൻ പറയുന്നത് മമ്മിക്ക് മനസ്സിലാവുന്നില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം. അതിനു വേണ്ടി ഞാൻ പോകുന്നേ. മോളെ, ഞാൻ പറയുന്ന ഒന്ന് പ്ലീസ് കേക്കൂ. നീ എങ്ങോട്ടാ പോകുന്നതെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയാം. അറിയാലോ, അവൾ എന്നോട് ചെയ്ത ദ്രോഹം ഞാൻ മമ്മിയോട് പറഞ്ഞതല്ലേ. അതിനു വേണ്ടി മമ്മി എന്തേലും ചെയ്തോ? എന്തിന്? മമ്മി ആഗ്രഹിച്ച കോൺട്രാക്ട് അവിടെ തട്ടിയെടുത്തില്ലേ?
മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? എന്നിട്ട് മമ്മി എന്താ തിരിച്ചു ചെയ്തേ? മോളെ, മമ്മിക്ക് ഇപ്പോഴും അവള് നല്ലവളാ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം. എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങള് ഞാൻ തന്നെ ചോദിച്ചോളാം. മറ്റാരും കാണില്ലെന്നേ എനിക്കിപ്പോ ബോധിയേ. ഗധ, നീ അപകടത്തിലേക്കാ പോകുന്നത്. എനിക്കൊരു അപകടവും സംഭവിക്കില്ല. എന്നെ ചതിച്ചവളെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. ഞാൻ വൈകും, ഒരുപാട് വൈകും. മോളെ, എന്നാ പോവാം. പോവാം. സാറേ, ദേ സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. സാറേ, ഇതിപ്പോ ആ കൃഷ്ണ പറയുന്ന ഐഡിയക്ക് നേരിട്ട് വരയ്ക്കായിരുന്നേ. ഏയ്, എനിക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും പിടികിട്ടിയില്ല. അതിന് കൃഷ്ണയോ വരച്ച ആളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടോ. എത്ര കാലമായി താൻ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? ഇന്ന് വരെയും പ്രത്യേകിച്ച് എന്തെങ്കിലും തനിക്ക് വേർതിരിച്ചറിവുണ്ടോ? ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ ഞാനിപ്പോ പൊട്ടണേ. എന്റെ സാറേ, ആ കൊച്ചിന് നല്ല ഐഡിയ ഉള്ളതാ. ആവശ്യം നമ്മുടെതല്ലേ. അപ്പൊ കാര്യങ്ങൾ കൃത്യമാണോന്ന് നോക്കേണ്ടത് നമ്മളല്ലേ ബിസിനസ്സുകാര്. ആ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അത്യാവശ്യത്തിന് ചില തിരുത്തൽ അതിനകത്തുണ്ട്. ഓ, സാറ് പറയുമ്പോ അത് ഓക്കെയാ. ഞാൻ പറയുമ്പോ ബുദ്ധിയില്ലായ്മ. കേട്ടോ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ നാടിന്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് വേണം ഇനിയുള്ള തിരുത്തലുകൾ പറയാൻ. പ്രത്യേകിച്ച് വെള്ളം, വായു, ഊർജം, അതിൻ്റെയൊക്കെ ലഭ്യത, അതിനനുസരിച്ചുള്ളൊരു മാറ്റം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനങ്ങോട്ട് പോകണ്ടേ? അതെ. ഇനി ഇപ്പം തന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഐഡിയയിലെത്താനൊന്നും പറ്റത്തില്ല. കൃഷ്ണയെ നേരിട്ട് തന്നെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐഡിയ കൊള്ളാം സാറേ. പക്ഷേ ഇന്ന് എനിക്ക് വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ ജോലിയുണ്ട്. ഓ, താനപ്പം എൻഗേജ്ഡ് ആണല്ലേ? എടോ, എന്നാ പിന്നെ വേറൊരു ഐഡിയ ചെയ്താലോ? എന്താ സാറേ? ഗാഥ പ്ലാൻ വരയ്ക്കുന്നതിൽ മിടുക്കിയ, ഐഡിയ പറയുന്നതിൽ കൃഷ്ണൻ, അവരെ രണ്ടുപേരെയും നമുക്കൊന്ന് മീറ്റ് ചെയ്യിപ്പിച്ചാലോ? സൂപ്പർ ഐഡിയ സാറേ. ഒരാൾ പറയുന്നു, അതിനനുസരിച്ച് മറ്റേ ആൾ വരയ്ക്കുന്നു. കിടുക്കും. അത് മാത്രമല്ല, ഗാഥയുടെയും കൃഷ്ണയുടെയും ടേസ്റ്റുകളും ഏകദേശം ഒരുപോലെ തന്നെ. രണ്ടുപേരെയും തമ്മിലൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്കത് പ്രയോജനമുണ്ട്. ബിസിനസ് പരമായിട്ട് പ്രയോജനം ഉണ്ടാവും. പക്ഷേ പൊതുവെ സ്വന്തം ഭാര്യയെ മറ്റ് അന്യ സ്ത്രീകളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അത്ര നല്ലതല്ലേ സാറേ?